വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വ്ലോഗും കാര്യങ്ങളിലൊന്നുമല്ല. അപ്പോഴത്തേക്ക് ഇന്ന് വൈകുന്നേരം ഞാനൊരു ചെറിയ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കിയത്, അതിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത്. ഇതൊരു 180 ആണെന്ന് തോന്നുന്നു അത്ര എടുത്തത്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് നമുക്ക് ഫുള്ളായിട്ട് ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ വീട്ടിലൊരു 5 പേരല്ലേ ഉള്ളൂ. 5 പേരും ഇത് മിച്ചം വരും. കാണുമ്പം നമുക്ക് തികയോ ഇല്ലെന്ന് നമുക്കൊരു സംശയമാണ്, പക്ഷെ തികയും കേട്ടോ. പിന്നെ ആദ്യമേ നമ്മൾ ഒരു പാനിലേക്ക് ചൂടുവെള്ളത്തിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അത് കഴിയുമ്പം പിന്നെ നമ്മളുടെ ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതായത് ബീൻസ് കുറച്ച് എടുത്തിട്ടുണ്ട്, ക്യാബേജ്, പിന്നെ ക്യാരറ്റ്, പിന്നെ ചിക്കൻ ഇങ്ങനെ ഒന്ന് വേവിച്ചിട്ട് അത് നുള്ളിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്യാപ്സിക്കവും പിന്നെ 2 മുട്ടയും പിന്നെ കുരുമുളക് പൊടിയും കൂടെയാണ് ആവശ്യമുള്ളത്. പിന്നെ ഡാർക്ക് സോയ സോസും ടൊമാറ്റോ സോസും ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ ആദ്യമേ ഒരു ബൗളിലേക്ക് മുട്ട അതാണ്ടെന്ന് പൊട്ടിച്ചെടുക്കാം. ഈ മുട്ട ആകുമ്പോൾ മൊത്തത്തോടുകൂടെ തന്നെ പൊട്ടി താഴോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് മുട്ടയെടുത്തു. അതിനെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ഇടാം കേട്ടോ, ഞാൻ ഇട്ടിട്ടില്ല. ഇതൊന്ന് നന്നായിട്ട് വിസ്ക് തേച്ച് ഇളക്കിയെടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചെടുക്കണം. അപ്പോൾ ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ട് പിന്നെ ഇളക്കിയിട്ട് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് അതൊന്ന് നന്നായിട്ട് ചിക്കി എടുക്കണം. ചിക്കി എന്നാണ് തോന്നുന്നു പറയുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ചിക്കിയെടുക്കാം. ഇത് ചിക്കി എടുത്തിട്ട് മാറ്റി വെക്കണം ആദ്യമേ. അത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത പ്രോസസ്സ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പം എപ്പോഴും നമ്മളുടെ കയ്യിൽ സ്പ്രിങ് ഓണിയനും സല്ലറി അതൊക്കെ ആവശ്യമുള്ളതാണ്. ഇതൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. മാർക്കറ്റിൽ പോയപ്പോഴേ ഞാൻ എവിടെ നിന്നാണ് പച്ചക്കറി മേടിക്കുന്ന ആ സ്ഥലത്തിലില്ലായിരുന്നു. അപ്പം അതും കൂടെ ഇട്ടാലേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു നൂഡിൽസിന് നല്ല ഒരു ഫ്ലേവർ വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ മാക്സിമം അതും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പാനിലേക്ക് പിന്നെ കുറച്ചും കൂടെ നമ്മൾ ഓയിൽ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഇടേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി ഒത്തിരി മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയാൽ മതി. ചെറുതായിട്ടൊന്ന് നല്ലൊരു സ്മെല്ല് വരുമല്ലോ. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇടേണ്ടത് ആദ്യമേ നമുക്ക് ക്യാബേജ് ഇടുക. അത് കഴിയുമ്പോൾ ക്യാരറ്റ് ഇടുക. നമ്മൾ കയ്യിലുള്ള പച്ചക്കറി എല്ലാം ഇനിയിപ്പോൾ ഇടാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് സോട്ടേ ചെയ്ത് എടുക്കാം. ഇത് ഒത്തിരി വേവിക്കൊന്നും വേണ്ട കേട്ടോ. ഒത്തിരി വെന്ത് പോയാലും കൊള്ളത്തില്ല. ഒരു ഹാഫ് കുക്കായാൽ മതി. അപ്പോഴുള്ളൂ നൂഡിൽസിൻ്റെ അതൊന്നും ഒരു സുഖമുള്ളൂ കഴിക്കാൻ വേണ്ടി. അത് നൂഡിൽസ് കഴിക്കുമ്പോൾ അതും കൂടെ ഒന്ന് കൂടെ കടിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഇടേണ്ടത് നമ്മൾ ടൊമാറ്റോ സോസാണ്. ഇതിപ്പോൾ നമ്മൾ വളരെ ഈസിയാണ്. ഇത് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുവാണെങ്കിൽ നല്ല വിലയൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മളെ കുട്ടികൾക്ക് കുറച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സോയാ സോസ് ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഞാൻ മുളക് പൊടിയും കൂടെ ഇടുക കേട്ടോ. കാരണം ഒരു എരിവ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, എരിവ് വേണം ഇവിടെ. അതുകൊണ്ട് ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇടേണ്ടത് കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പിടുക. കാരണം സോയ സോസിലൊക്കെ നല്ല ഉപ്പുള്ളതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് ഉപ്പ് ഇട്ടാൽ മതി. പിന്നെ ഓൾറെഡി നൂഡിൽസിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടാണല്ലോ. അപ്പം 1 സ്പൂൺ വിനെഗറാണ് ഒഴിക്കുന്നത്. അപ്പം നമുക്ക് വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. പ്രോസസ്സ് എല്ലാം തീർന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇടണം. ചിക്കൻ ഇട്ടിട്ട് പിന്നെ ആ നൂഡിൽസും ഇട്ട് പിന്നെ ആ മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് നൂഡിൽസ് ഇട്ടിട്ട്
പിന്നെ നന്നായിട്ടൊന്ന് ഇലക്കി എടുക്കണം, മുട്ടയും കൂടെ ഇടുക. ആക്ച്വലി ഉണ്ടല്ലോ, എൻ്റെ പിള്ളേർക്ക് ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അവരൊന്ന് നോയമ്പായിരുന്നേ. അപ്പോഴത്തേക്ക് എനിക്ക് ചിക്കൻ ഇടാതെ ഇവരുടെ ഇത് ആദ്യമേ മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോൾ അവർ മുട്ട കഴിക്കുമായിരുന്നു, ചിക്കൻ കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഇപ്പം കുരുമുളക് പൊടി ഇടുവാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മാറ്റി വെച്ചു, പിന്നെയാണ് ഞാൻ ചിക്കൻ ഇട്ടത്. അപ്പം ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുമ്പോൾ ഇതിൻ്റെ കൂടെ അജിനോമോട്ടോയാണ് ചേർക്കുന്നത്. അജിനോമോട്ടോ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതാണ് നമുക്ക് ലാസ്റ്റ്. കണ്ടോ, നല്ല ടേസ്റ്റി അല്ലേ? ഇത്ര രുചിയുള്ള നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴത്തേക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോഴത്തേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ.